നമസ്തേ ഗംഗാമയാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങളിലുള്ള ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെന്തിന്റെ ലക്ഷണാണ്? അത് ബ്രഹ്മാണ്ടം തരുന്നൊരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതിന്റെ 3 സൂചനയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് തരാൻ പോണത്. നിങ്ങൾക്കെന്നെ തോന്നാറില്ലേ? എന്തോ എനിക്കൊരു മാറ്റം വരുന്നു. അല്ലെങ്കിൽ എന്തോ എനിക്ക് സംഭവിക്കാൻ പോണു. അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ഇൻട്യൂഷൻ നിങ്ങൾക്ക് വരിക. എനിക്കെന്തോ ഒരു ചേഞ്ച് വന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നല് നിങ്ങൾക്കില്ലേ? അതെന്താണ്? അതിന്റെ സൂചനകൾ 3 എണ്ണം സ്പെസിഫിക് ആയിട്ടുള്ള 3 സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പിന്നെ സ്പിരിച്വൽ ഗൈഡൻസിന് നമ്മുടെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. ഗംഗാമ്മ പുസ്തകത്തിൽ പഠിച്ച പരിജ്ഞാനമല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഞാൻ എന്നിലൂടെ എൻ്റെ എനർജി ബോഡിയിലൂടെ ഞാൻ കണ്ടെത്തിയ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ അതാണ് മറ്റൊരാൾ എഴുതിയ പുസ്തകത്തെക്കാളുപരി ഞാൻ സ്വയമായിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതാണ് കൂടുതൽ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുക. അതുകൊണ്ട് ഞാൻ എൻ്റെ എന്ന് കൂടുതൽ ഞാൻ പറയും. കാരണം എനിക്ക് എന്നെയാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ കാര്യം എനിക്കറിയില്ല. അപ്പൊ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂല്ലോ. എൻ്റെ കാര്യങ്ങളാണല്ലോ എനിക്ക് കൂടുതൽ അറിയാം. അപ്പൊ ഞാൻ എൻ്റെ എന്നുള്ളത് പലയിടത്തും വരുമ്പോൾ ഒന്ന് സഹരിക്കുക. പൊങ്ങച്ചക്കാരി ആണ് ഗംഗാമ്മ എന്ന് ചിന്തിക്കേണ്ട. കൂടുതലും എനിക്ക് എന്നായിട്ടാണ് കൂടുതലും കമ്പയർ ചെയ്യാൻ പറ്റുക. കമ്പാരിസൺ പുറത്തൊരാളുമായിട്ടല്ല. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു സ്പിരിച്വൽ യാത്ര. അപ്പൊ എന്താണ് ആ 3 പ്രത്യേക ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? ഒന്നാമത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം എന്താണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു മാറ്റം. പലരോടും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും ഒന്ന് അകലുക. ഇഷ്ടപ്പെട്ട പല വസ്തുക്കളോടും നിങ്ങൾക്ക് ഒരു അകൽച്ച തോന്നുക. ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ ബന്ധുക്കള് ഒക്കെ അവരിൽ നിന്ന് അകലം പാലിക്കാനും കൂടുതൽ സംസാരിക്കുന്നത് കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് തോന്നാം. സ്പിരിച്വൽ യാത്രയുടെ ആദ്യ പടി അതാണ്. അതായത് നിശബ്ദത എന്ന് പറയും അതിനെ. നിശബ്ദമാവുക. നിങ്ങൾക്കറിയാം ഗംഗാമ്മ 8 വർഷമാണ് നിശബ്ദമായിട്ടിരുന്നേക്കുന്നത്. 1, 2 വർഷമല്ല 8 വർഷം. അതിന് വ്യക്തമായ കാരണം ഉണ്ടെങ്കിലും ആ 8 വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യ ലക്ഷണം അതാണ്. എന്താണ്? മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നത് കുറയും. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഏതാന്ന് തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ടതെല്ലാം മാറ്റാൻ പറ്റും. ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ലേഡി എന്നോട് വന്ന് ചോദിച്ചു, "ഗംഗാമ്മ ഇറച്ചി മീനും കഴിക്കില്ലേ? ചിക്കൻ കഴിക്കില്ലേ?" അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, "എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്." പക്ഷെ ആ വിതിൻ സെക്കൻഡ് ആ ലേഡി ഇവിടുന്ന് പോയി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഈ പറമ്പിലൊരു കോഴിമുട്ട, നിങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കില്ല, ഗംഗാമ്മ തള്ളു പറയാന്ന് പറയും. തള്ളല്ല. അത് യഥാർത്ഥത്തിൽ എനിക്ക് പരീക്ഷണം ഇവിടെ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ പരിസരത്ത് ഒരു കോഴിയില്ല. ഇങ്ങോട്ട് കോഴിയൊന്നും വരില്ലാന്ന്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കണത്. പക്ഷെ ആ ഒരു കോഴിമുട്ട ഞാൻ കയ്യിലെടുത്തിട്ട് എനിക്ക് അത്ഭുതം തോന്നി. കാരണം കാക്ക കൊണ്ടുവന്നിടുന്ന കോഴിമുട്ട എപ്പോഴും പൊട്ടൂല്ലേ? എല്ലാം കൊത്തിയിട്ട് കുടിച്ചിട്ടേ കാക്ക തൊണ്ടേ കൊണ്ടുവന്നിടുള്ളൂ. അത് ഒരു മുട്ട അങ്ങനെ. അപ്പൊ ആ ലേഡി എന്നോട് പറഞ്ഞത്, "ഗംഗാമ്മ ചിക്കൻ കഴിക്കുവോ? മുട്ട കഴിക്കുവോ?" അപ്പൊ ഞാൻ പറഞ്ഞു, "എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ കഴിക്കല് നിർത്തിയിട്ട് ഇത്ര വർഷമായി" എന്ന് പറഞ്ഞു. പക്ഷെ ആ ഇഷ്ടം കേട്ടിട്ട് പ്രപഞ്ചം എനിക്ക് കൊണ്ടുവന്നത് എവിടുന്നാണെന്ന് എനിക്കറിയില്ല. ആ മുട്ട ഞാൻ എടുത്തു. എനിക്ക് ഒരു തോന്നല്, ഇതെനിക്ക് പരീക്ഷണമാണ്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണല്ലോ നമ്മൾ ആദ്യം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അത് ഞാൻ കൊണ്ടുവന്നിട്ട് കാക്ക കണ്ടിട്ട് എടുത്ത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കോല അതിൻ്റെ ഒരു മൂലയിൽ വെച്ചു. 4 ദിവസം അത് അവിടെ അങ്ങനെ തന്നെയായിരുന്നു. 4ാമത്തെ ദിവസമാണ് ഞാൻ എറിഞ്ഞു കൊടുത്തപ്പോഴാണ് കാക്ക എടുത്ത് കൊണ്ടുപോയത്. അതുവരെ തൊട്ടില്ല, കാക്ക പോലും തൊട്ടില്ല. ഞാനെടുത്ത് തൊട്ടപ്പുറത്ത് ആ പറമ്പിലേക്ക് എടുത്ത് എറിഞ്ഞപ്പോഴാണ് കാക്ക വന്ന് എടുത്തിട്ട് പോയത്. അപ്പൊ പ്രപഞ്ചം നമുക്ക് തരുന്ന ചില സൂചനകളും നമ്മൾക്ക് പ്രിയപ്പെട്ടതിനെ ആദ്യം നീക്കി നിർത്തണമെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ സൂചന. രണ്ടാമത്തെ സൂചന രണ്ടാമത്തെ സൂചന എന്താണെങ്കിൽ നമ്മളുടെ ഇന്നർ വോയിസ്, അതായത് ആന്തരിക ശബ്ദം, നമ്മളെ പരിവർത്തനം നടക്കുകയാണല്ലോ നമുക്ക്. അപ്പൊ ആ ഇന്നർ വോയിസ് നമ്മൾക്ക് കൂടുതൽ വ്യക്തമാവാൻ തുടങ്ങും. "നീ ഈ വഴി പോണത് ശരിയല്ല. നീ അങ്ങോട്ട് ഇനി പോവരുത്. നീ ഇതില് പോവൂ, ഇതില് ചലിക്കൂ, നീ ഇത് ചെയ്യൂ" എന്നുള്ള ഒരു ഇന്നർ വോയിസ്
നമുക്ക് ശക്തമായിട്ട് കേൾക്കാൻ തുടങ്ങും. അതാണ് രണ്ടാമത്തെ ലക്ഷണം. അത് കാരണം നമ്മളുടെ പരിവർത്തനത്തിന്റെ മാറ്റാണത്. അല്ലെങ്കിൽ നമ്മളുടെ പരിവർത്തനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മളുടെ ഉള്ളിൽ ആന്തരിക ശബ്ദം ഉണർന്നു എന്നുള്ളതിന്റെ ലക്ഷണാണത്. ഇനി ഏറ്റവും പ്രധാനമായത്, വളരെ നിർണായകമായതാണ് മൂന്നാമത്തെ ലക്ഷണം. അത് നമ്മളുടെ ലൈഫ് പെട്ടെന്ന് തകരാൻ തുടങ്ങും. നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം നമ്മളെ വിട്ടുപോവാൻ തുടങ്ങും. നമ്മളെ എല്ലാതും ഫെയിലാവാൻ തുടങ്ങും. അത് അവിടെ വെച്ചിട്ട് നമ്മുടെ ജീവിതം തകർന്നു എന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതം തകരല്ല ചെയ്യണത്. അതായത് ഡിസ്ട്രാക്ഷൻ അല്ല വരുന്നത്. നമുക്ക് ഡയറക്ഷനാണ്. നീ തിരിയേണ്ടത് നിന്നിലേക്കാണ് എന്നുള്ളൊരു ഡയറക്ഷൻ അവിടെ വരാൻ തുടങ്ങിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നിങ്ങൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോയി എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാ മനസ്സിലാക്കേണ്ടത്. തോറ്റു എന്നുള്ള തോന്നലാണ് നമ്മൾക്ക് മടി പിടിക്കുക. പക്ഷെ ആ തോൽക്കാനുള്ള ഒരു കാരണം പ്രപഞ്ചം നിങ്ങളെ വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് വിട്ടതെങ്കിൽ നിങ്ങൾ തോൽക്കാൻ പ്രപഞ്ചം സമ്മതിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിന പ്രയത്നം തന്നെ വേണ്ടി വരും. നിങ്ങൾ സ്വയം പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് എന്നിലേക്ക് വരുന്ന ചേഞ്ച്? അപ്പൊ കൂടുതൽ നിശബ്ദമാവുക, കൂടുതൽ ധ്യാനത്തിലേക്ക് പോവുക, പരിസരങ്ങളെ നിരീക്ഷിക്കുക, നിങ്ങളുടെ ജീവിത രീതി നിരീക്ഷിക്കുക. കാരണം നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് എന്ന് ധരിച്ചിരുന്നവരെല്ലാം നിങ്ങൾക്ക് അന്യമായി പോകും. അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരായിരുന്നില്ല. നമുക്കാണ് അവർ പ്രിയപ്പെട്ടവരായിരിക്കുക. അവരാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ആദ്യം വിട്ടുപോവുക. പിന്നീട് വിട്ടുപോണത് നമ്മുടെ ഈഗോ എല്ലാം നശിക്കും. നമ്മളുടെ ജീവിതത്തിലും ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ അവിടെ നിൽക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും മരണപ്പെടാൻ ബ്രഹ്മാണ്ടം അനുവദിക്കില്ല. പുതിയ പുതിയ കാര്യങ്ങള് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും സക്സസ് ആയിട്ടല്ല ജീവിതം നേടുക. ഫെയിലായിട്ടാണ് ജീവിതം നേടുക. ഈ ഫെയിലായിട്ട് ജീവിതം നേടുമ്പോൾ അതിന് വളരെ മധുരമുണ്ട്. വളരെ ഏറെ കഠിന പ്രയത്നത്തിലൂടെ ജീവിത സക്സസിലേക്ക് പോണ ഒരു വ്യക്തിക്ക് 100% അവരുടെ ലൈഫിലുള്ള സക്സസ്. ഒരു അനായാസമായിട്ട് ബ്രഹ്മാണ്ടത്തെ അറിയാൻ എന്തായാലും പറ്റില്ല എന്നർത്ഥം. നിങ്ങൾ ഒരുപക്ഷെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ടായിരിക്കാം. അതാണ് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ടേണിംഗ് പോയിന്റ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പോയി എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. കാരണം ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വരാൻ പോണ ചേഞ്ച് വലിയതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ചേഞ്ച് ലൈഫിൽ പെട്ടെന്ന് ചേഞ്ച് ആവും. പെട്ടെന്ന് ഒരു തകർച്ച ആയിരിക്കാം. ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കാം. ജോലിയിൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം. ഇതെല്ലാം ഉണ്ടായിരിക്കാം. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പരിവർത്തനം നടക്കാൻ തുടങ്ങി. പ്രപഞ്ചം നിങ്ങളെന്നെ സാഗൂതം വീക്ഷിക്കാൻ തുടങ്ങി. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? നിങ്ങളെ തയ്യാറെടുക്കാനും പരുവപ്പെടുത്താനും ശ്രമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഭയക്കേണ്ട. നിങ്ങൾ സക്സസിലേക്കാണ് പോണത്. പക്ഷെ മടി പിടിച്ച് നിങ്ങളുടെ ലൈഫ് തകർന്നു എന്ന് വിചാരിച്ചാൽ അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഇടപെടില്ല. നിങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കണം, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ 3 പ്രധാന ലക്ഷണങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രപഞ്ചം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നിങ്ങൾ വെറും ഒരു പാഴ്ജന്മമായിട്ട് ജനിച്ചവരല്ല എന്ന് മനസ്സിലാക്കണം. നന്ദി, നമസ്തേ.